യെസ്, ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമുക്കറിയാം, ഇന്ന് അതിൻ്റെ ഇടയിലാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനം കൂടി വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മൾ വളരെ നന്ദിയോടെ കൃതജ്ഞതയോടെ ഓർക്കുന്ന ഒരുപാട് ഡോക്ടർമാരുടെ മുഖങ്ങളുണ്ടാകും അല്ലെ. പല സമയത്ത് നമ്മുടെ ജീവൻ പോലും അപകടത്തിലായ സമയത്ത് നമ്മളെ വലിയ ഒരു ദുഃഖത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നൊക്കെ കൈപിടിച്ച് കയറ്റിയ ഡോക്ടർമാരെ വളരെ നന്ദിയോടെ നമ്മൾ ഓർക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലൂടെയാണ്. നമ്മുടെ സർക്കാർ ഡോക്ടർമാർ, നമ്മൾ അവരെ കണക്കാക്കുന്നത് മികച്ച ശമ്പളം വാങ്ങുന്ന ആളുകൾ, പറ്റുമെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ഒക്കെ നടത്തുന്ന ആളുകൾ എന്ന വിലയിരുത്തലിനപ്പുറത്തേക്ക് അവർ ആ വ്യവസ്ഥിതിക്കുള്ളിൽ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ നമുക്ക് സഹായിച്ചത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലൊക്കെ ആയിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിലടക്കം വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് പ്രാഥമിക കണ്ടെത്തൽ. ഡോക്ടേഴ്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ KGMCTA പ്രതിഷേധം സംഘടിപ്പിക്കും. രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിഷേധം മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ തേടാം. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, എന്തായാലും ഈ പ്രാഥമിക കണ്ടെത്തലിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിലടക്കം വീഴ്ചയുണ്ടായി എന്ന് പറയുമ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നു? ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനമായ ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെ പ്രതിഷേധത്തിനാണ് തയ്യാറെടുക്കുന്നത്? എന്തായാലും അന്വേഷണം തുടരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിൽ വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ, ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിലും സംസ്ഥാന സർക്കാരിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത്. എന്തായാലും ഇന്നലെ മെഡിക്കൽ കോളേജിലെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഡോക്ടർ ഹാരിസ് ഖത്തറിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിവിധ വകുപ്പ് മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇത് കൂടുതൽ ഗൗരവമുള്ളതാണ് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. നിലവിൽ ആരോഗ്യവകുപ്പിന് ഒരു റിപ്പോർട്ടും നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. എന്തായാലും ഹാരിസ് ഖത്തറിന്റെ തുറന്നു പറച്ചിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പർച്ചേസിംഗിലടക്കം വീഴ്ചയുണ്ടായി എന്നതാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ഈ ആഴ്ച തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡോക്ടേഴ്സ് ദിനമായി ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് KGMCTA പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും BJPയുടെയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധവും ഇന്നുണ്ടാകും.